അതായത് രാഷ്ട്രത്തിനെതിരെ ഒരു വരി ഉയർന്നാൽ ആ സമയം തന്നെ അനുകൂലമായിട്ട് 10 വരികൾ ഉയർന്നു വരും. അതിനകത്ത് ഒരു സംശയവുമില്ല, യാതൊരു സംശയമില്ല, നടക്കില്ല. അത് ഉണ്ടാകാതിരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടാകും. ആ വരികൾ ഉയർന്നു വരും, കൈകൾ ഉയർന്നു വരും. അപ്പോൾ എങ്ങനെ, അതായത് ഒരു രാഷ്ട്രത്തെ തകർക്കണമെങ്കിലും അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കണമെങ്കിലും ജനങ്ങൾ വിചാരിച്ചാൽ നടക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊരു ദുരുദ്ദേശ്യപരമായിട്ട് ചെയ്യാൻ കുറേ പേർ ഇറങ്ങിയാൽ അതിൻ്റെ 10 ഇരട്ടി ആളുകൾ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ഇറങ്ങും എന്നുള്ളിടത്താണ് ഭാരതത്തിൻ്റെ വ്യത്യാസം. മാത്രമല്ല വായുത്തെ ഒരുമാതിരി ചിന്തിക്കാൻ ശേഷിയുള്ളവൻ ചിന്തിക്കുന്നത് നനച്ചാൽ ഞാൻ പുലിയെ പിടിക്കും, മരിച്ചാലും നനയ്ക്ക് വട്ടെ എന്നുള്ള രീതിക്കാണ്. അതെ, അങ്ങനെ വിചാരിക്കൂ. കാരണം വിചാരിച്ചാലല്ലേ ഇറങ്ങേണ്ട, പുലിയെ പിടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ല, ഇത് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സംഗതികൾ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ മാറണം. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് തല്ലു മേടിക്കണ്ട, തൊള വീഴാതിരുന്നാ ഭാഗ്യം. അതെ, അത്രയേ ഉള്ളൂ.